നേരത്തെ തന്നെ നമ്മളിതിനകത്തൊരു നയം പറഞ്ഞിരുന്നു. കാരണം ഒരു പേര് ഇട്ടതിൻ്റെ ഭാഗമായി ഒരു സിനിമ അത് പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകുന്നില്ല എന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം തന്നെയാണ്. ഒരു കാരണവശാലും അതിനോട് യോജിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, കേന്ദ്രത്തിലൊരു മന്ത്രി ഒരു BJP നേതാവ് അഭിനയിച്ച ഒരു സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയെ ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ ഇത് തന്നെയല്ലേ സമീപനം. ആ സിനിമയുടെ എല്ലാ ഭാഗവും വെട്ടിമാറ്റി ഭീഷണിപ്പെടുത്തി സാമ്പത്തിക കുറ്റാരോപണം ആരോപിച്ച് വീടുകൾ റെയ്ഡ് ചെയ്ത് ആ സിനിമയെ ഏറ്റവും കൂടുതൽ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷേ കേരളത്തിലെ ജനങ്ങളത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ആരഭിനയിച്ചു എന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സിനിമയും സാഹിത്യവും സംഗീതവും ഭക്ഷണവും അത് മനുഷ്യനാവശ്യമുള്ളതൊക്കെ ഉപയോഗിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം ഭരണഘടന നൽകുന്നു. അതിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഒരു കാരണവശാലും അതിനെ നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതിന് സിനിമാ രംഗത്തെ ആളുകൾ ഇന്നലെ ഒരു ശക്തമായ പ്രതിഷേധം നടത്തുകയുണ്ടായി. തുടർന്ന് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ നമ്മൾ കൊടുക്കും. സർക്കാർ പൂർണ്ണമായും സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നതിനൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്വതന്ത്രമായ രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് സെൻസർ ബോർഡിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള കത്തുകൾ നൽകിയോ അങ്ങനെയെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ അങ്ങനെ ആ ഭാഗത്ത് നമ്മൾ പോയിട്ടില്ല. കാരണം ഈ സിനിമ അതിൻ്റെ പേരാണല്ലോ പ്രശ്നം. ആ പേര് ഇടാൻ പാടില്ല. ജാനകി എന്ന് പറയുന്ന പേരിടാൻ പാടില്ല. ഗോമതി എന്നോ വേറെന്തെങ്കിലും പേരിട്ടാൽ ചിലപ്പോൾ അംഗീകരിക്കുമായിരിക്കാം. ആ ജാനകി എന്ന പേരിന് എന്താണ് പ്രശ്നം? അതാണ് അവർ പറയേണ്ടത്. ആ പേരിനെന്താണ് ഉള്ള അപകടം? ആ അപകടം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അത് അടിയന്തരമായിട്ട് അതിന് പെർമിഷൻ കൊടുക്കണം. അതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഭരണകൂടത്തിൻ്റെ ഒരു പുതിയ ഇടപെടലാണ്. എല്ലാ രംഗത്തും അവർ കത്രി വെക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങൾക്ക് വരെ കത്രി വെക്കുന്നില്ല. ഓരോ രംഗത്തും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ സിനിമയിൽ വീണ്ടും രണ്ടാമത്തെ ഒരു വിഷയമായിട്ട് കേരളത്തിൽ വന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിന് ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ, അല്ല, പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഞാൻ മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ 3 പേര് ഗുണ്ടകളാണെന്ന് പറഞ്ഞത് ഇപ്പോൾ പുള്ളി അത് മത്സ്യത്തൊഴിലാളിയാക്കി. മത്സ്യത്തൊഴിലാളിയെ കണ്ടറിയാവുന്ന ആളാണ് ഞാൻ. മത്സ്യം പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളിയോടൊപ്പമാണല്ലോ ഞാൻ എത്രയോ വർഷമായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ധാരണ മത്സ്യത്തൊഴിലാളിയെ ഞാനെന്തോ ഗുണ്ടയാണെന്ന് വിശേഷിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണമെന്ന് നമുക്ക് മാപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗുണ്ടയാണെന്നുള്ള ഭാഗമാണല്ലോ നമ്മൾ മാപ്പ് പറയണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ജവാനാന്ന് പറഞ്ഞ പ്രശ്നമില്ല. ഉളുപ്പിനെ ജവാൻ അടിച്ചേച്ച് വന്നവന്മാരാണ്. അപ്പോൾ എന്താ വലിയ പ്രശ്നം? മദ്യപിച്ചിട്ടാണ് അവന്മാരെടുത്ത് വന്നത്. അവർ മത്സ്യത്തൊഴിലാളിയാണെന്ന് പറഞ്ഞ് മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിക്കാതിരിക്കുക എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത്. മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിക്കേണ്ട. അവർ മത്സ്യത്തൊഴിലാളികളല്ല. എന്തായാലും അവർ അവിടുത്തെ അറിയപ്പെടുന്ന ഇങ്ങനെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണെന്നുള്ള റിപ്പോർട്ട് എനിക്കുണ്ട്. ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് രാവിലെ തന്നെ മദ്യപിച്ചിട്ടാണ് ഇട്ട് വന്നത്. പോലീസ് അത് പരിശോധിക്കട്ടെ എന്നുള്ള സ്റ്റാൻഡാണ് ഞാൻ എടുത്തത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് വീണ്ടും മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടി വരുത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകളാണെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആളുകളുടെ രാവിലത്തെ സ്വഭാവം ജവാനാണ്. അപ്പോൾ അതേ മേജർ ആയതുകൊണ്ട് അവർ ജവാനായി. അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. ഈ പുതിയ പോലീസ് മേധാവി ചാർജെടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ കൂത്തുപറമ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അത് ശരിയായ തരത്തിൽ സർക്കാർ വിശദമായി പഠിച്ച് എടുത്ത നിലപാടാണ്. അതുമായി ബന്ധമൊന്നുമില്ല. ഓരോ ഉദ്യോഗസ്ഥന്മാരെ ഓരോ രംഗത്തേക്ക് ചുമതല കൊടുക്കുമ്പോൾ അതിനൊരു സംവിധാനമുണ്ട്, ഒരു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിശദാംശങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പരിശോധിക്കുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം ശരിയായ തീരുമാനം തന്നെയാണ്.